ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ കാവ്യ അരുൺ. ഗെറ്റ് ഹാർമണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ പലപ്പോഴായി കേൾക്കുന്ന ഒരു ടെർമിനോളജിയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. അതായത് നമ്മുടെ സ്വന്തം ശരീരം നമ്മളുടെ തന്നെ കോശങ്ങളെ നശിപ്പിച്ച് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ്, തൈറോയ്ഡൈറ്റിസ്, സീലിയാക് ഡിസീസസ് ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്കും ഉള്ള ബേസിക് കാരണം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണെന്ന് പറയുന്നു. സ്വന്തം കോശങ്ങളെ നമ്മൾ നശിപ്പിക്കുന്നു എന്ന്. ഇങ്ങനെയൊരു സാഹചര്യം നമ്മുടെ ശരീരത്തിൽ ഉത്ഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് മുൻപായിട്ട് നമ്മൾ അറിയേണ്ട ഒരു ടെർമിനോളജിയാണ് ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലെ ചുമരുകളിലൊക്കെ ഈർപ്പം വലിച്ചെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് വളരെ കോമൺ ആയിട്ട് പല ബാത്റൂമുകളിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ വയറിലും കാലക്രമേണ നമ്മൾ കഴിക്കുന്ന ഒരുപാട് കെമിക്കൽസ്, പ്രോസസ് ഫുഡ്, അല്ലെങ്കിൽ വിരുദ്ധാഹാരങ്ങൾ, ആൽക്കഹോൾസ്, അമിതമായ ഷുഗർ കണ്ടൻറ്റ്, ഡിസ്ബയോസിസ്, നമ്മൾ പറഞ്ഞിരുന്ന മൈക്രോബ്സിൻ്റെ ഡിസ്ബയോസിസ് കാരണം, ഇങ്ങനെയുള്ള പല കാരണം കൊണ്ട് നമ്മുടെ ഗട്ടിലുള്ള, അതായത് നമ്മുടെ കുടലിലുള്ള ഈ ഭിത്തികളിൽ ഉണ്ടാകുന്ന കോശങ്ങൾക്കിടയിൽ വിള്ളലുകൾ സംഭവിക്കുകയും ഈ വിള്ളലിൻ്റെ ഇടയിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പല പദാർത്ഥങ്ങളും പൂർണ്ണമായും ഡൈജസ്റ്റ് ചെയ്യാതെ അതിലേക്ക് വലിച്ചെടുത്ത് രക്തത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഫോറിൻ മാറ്റേഴ്സ്, ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസും ഒക്കെ നമ്മളുടെ രക്തത്തിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക? രക്തം ഇതിനെ തിരിച്ചറിയുകയും രക്തം എന്ത് ചെയ്യും? ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സോൾജിയേഴ്സിനെ ഇറക്കും, ആൻറ്റിബോഡീസിനെ ഇറക്കും, ഇതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ പലപ്പോഴും ഈ തരത്തിലുള്ള പല ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് പലപ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള പല അവയവങ്ങളുടെ അതേ കോശങ്ങളുമായിട്ട് സാമ്യമുണ്ടാവും. പിന്നീട് ഈ ഒരു തരത്തിലുള്ള കോശങ്ങളെ ശരീരത്തിൽ എവിടെ കാണുമ്പോഴും ഇത് തൻ്റെ ശത്രുവാണെന്ന് കരുതി ഇതിനെ അറ്റാക്ക് ചെയ്യുന്നു. പലപ്പോഴും പിന്നീട് സംഭവിക്കുന്നത് നമ്മുടെ സ്വന്തം നല്ല കോശങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാതെ ഇത് തൻ്റെ ശത്രുവാണെന്ന് കരുതി ഇതിനെ നശിപ്പിക്കുന്നു. ഇതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ടൈപ്പ് 1 ഡയബറ്റീസിലേക്കും തൈറോയ്ഡൈറ്റിസിലേക്കും സീലിയാക് ഡിസീസിലേക്കും ഇന്ന് പറയുന്ന ജോയിൻറ്റ് പെയിൻസിലേക്കും ആർത്രൈറ്റിസിലേക്കും ഒക്കെ തന്നെ നമ്മളെ തള്ളിവിടുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ഈ ലീക്കി ഗട്ട് എന്ന് പറയുന്ന സിൻഡ്രോമാണ്. ഇതിന് കാരണക്കാരാരാണ്? നമ്മൾ കഴിക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിരിക്കുന്ന, കൂടുതലും ടോക്സിൻസ് നിറഞ്ഞിരിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കെമിക്കൽസ് കാരണം നമ്മളുടെ കോശങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കുകയും നമുക്ക് ഇത്തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലേക്ക് നമ്മളെ കൊണ്ടുവിടുകയും ചെയ്യുന്നത്. ലീക്കി ഗട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കണം ചികിത്സിച്ചത് മാറ്റേണ്ടത് എന്നൊരു വീഡിയോയെക്കുറിച്ച് ഞാനിവിടെ ഉടൻ തന്നെ പറയുന്നതായിരിക്കും. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.